സ്റ്റുഡൻസ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ് ആണ്. എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനർജി ലെവലാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനർജി ലെവൽ അസോസിയേറ്റഡ് വിത്ത് ടോപ്പ് എനർജി ബാൻഡ് ആൻഡ് ലോവർ എനർജി ബാൻഡ് ഇൻ സോളിഡ്സ്. ടോപ്പ് എനർജി ബാൻഡും ലോവർ എനർജി ബാൻഡ്സും തമ്മിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലെവൽസിൽ ടോപ്പ് എനർജി ലെവൽസിനെ ഒരു അപ്പർ ബാൻഡിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പർ ബാൻഡിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ലോവർ ബാൻഡാണ്, ലോവർ എനർജി ബാൻഡാണ് ഇത് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ബാൻഡ് ഈസ് കാൾഡ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ലോവർ ബാൻഡ് ഈസ് കാൾഡ് വാലൻസ് ബാൻഡ്. ഓക്കെ, then there are these two bands are separated by a forbidden gap and this gap is called band gap energy, band gap or EG. So lower band is known as valence band and higher energy level or higher band, upper band is known as conduction band. Valence band VB, conduction band CB. Okay, ഇനി ഇതിന് രണ്ടിന് ഇടയിലുള്ള ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ ഗ്യാപ്പ്. ഫോർബിഡൻ ഗ്യാപ്പ് ഓർ ബാൻഡ് ഗ്യാപ്പ്. ഫോർബിഡൻ ഗ്യാപ്പ് ഓർ ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഇനി നമുക്ക് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ലോ എനർജി ആയിരിക്കും. വാലൻസ് ബാൻഡ് ഹാസ് ലോ എനർജി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിന് ഹയർ എനർജി ആയിരിക്കും. വാലൻസ് ബാൻഡ് ലോവറാണ്, ലോ എനർജി. കണ്ടക്ഷൻ ബാൻഡ് ഹയർ ബാൻഡാണ്, ഹയർ എനർജി. ദെൻ വാലൻസ് ബാൻഡ് അസോസിയേറ്റഡ് വിത്ത് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ബാൻഡ് അസോസിയേറ്റഡ് വിത്ത് വാലൻസ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ എന്താണ് കാണുക? കണ്ടക്ഷൻ ബാൻഡ് അസോസിയേറ്റഡ് വിത്ത് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. സോ കണ്ടക്ഷൻ ബാൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ദെൻ valence electrons are bounded in atomic structure. So valence electrons don't participate in current flow. ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും, കണക്റ്റഡ് ആണ്. ഓക്കെ, സോ അവരെന്ത് ചെയ്യില്ല? ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാക്കുകയുള്ളൂ. സോ വാലൻസ് ഇലക്ട്രോൺസ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ കറണ്ട് ഫ്ലോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സിലിക്കൺ ആറ്റമാണ് ഇത്. ഓക്കെ, ഈ സിലിക്കൺ ആറ്റത്തിനെ കോവാലൻ്റ് ബോണ്ട് വെച്ചിട്ട് ഫോം ചെയ്തതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ രണ്ട് ഇലക്ട്രോൺസും എന്താണ്? ഈ അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബൗണ്ടഡ് ആണ്. ഈ സിലിക്കൻ്റെ ഈ ആറ്റവും ഈ സിലിക്കൻ്റെ ഈ ആറ്റവും എന്താണ്? അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ബൗണ്ട് ചെയ്ത അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബൗണ്ട് ചെയ്ത ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇത് നോക്കിയാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം ഫ്രീ ആണ്. ഈ ഇലക്ട്രോൺസ് ഒന്നും എന്തുമായിട്ട്? അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന് മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കറണ്ട് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റില്ല. സോ വാലൻസ് ഇലക്ട്രോൺസ് ആർ ബൗണ്ടഡ് ഓർ കണക്റ്റഡ് ഇൻ ദ അറ്റോമിക് സ്ട്രക്ചർ. വാലൻസ് ഇലക്ട്രോൺസ് ആർ കണക്റ്റഡ് ഇൻ ദ അറ്റോമിക് സ്ട്രക്ചർ. ഓക്കെ, then electrons not connected to its atomic structure is known as free electrons. The electrons not connected to its atomic structure is called free electrons. Only free electrons can participate in current flow. Only free electrons can participate in current flow. അങ്ങനെയാണെങ്കിൽ നോക്കിയ വാലൻസ് ഇലക്ട്രോൺസ് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബൗണ്ട് ചെയ്തത് കാരണം പാർട്ട്ണർ എന്ത് ചെയ്യില്ല? കറണ്ട് ഫ്ലോയിൽ ഇൻവോൾവ് ചെയ്യില്ല. കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് നോട്ട് ബൗണ്ടഡ് ഇൻ അറ്റോമിക് സ്ട്രക്ചർ. സോ ഫ്രീ ഇലക്ട്രോൺസ് ഓൺലി പാർട്ടിസിപ്പേറ്റ് ഇൻ കറണ്ട് ഫ്ലോ. നെക്സ്റ്റ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് കൂടി ഒരു ഡെഫിനിഷൻ പറയുകയാണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ്. സോ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് നോൺ ആസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ,
നമ്മൾ പറഞ്ഞു ആ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവിനനുസരിച്ച്, ഫോർബിഡൻ എനർജി ഗ്യാപ്പിനനുസരിച്ചിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സോളിഡ്സിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എനർജി ഗ്യാപ്പ്, the materials are divided into conductors, insulators and semiconductors. അപ്പോൾ നമുക്ക് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇതിന് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. നോക്കിയേ, ഈ കണ്ടക്ടേഴ്സിന് ഹയർ കണ്ടക്ടിവിറ്റി ആയിരിക്കും, ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ടിവിറ്റി ലോ ആണ്. കണ്ടക്ടിവിറ്റി ലോ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കും. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, കണ്ടക്ടിവിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി ഹൈ ആണെങ്കിൽ കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി ഹൈ ആണ്. കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി ലോ റെസിസ്റ്റിവിറ്റി, ഇത് റെസിസ്റ്റിവിറ്റിയാണ്, റെസിസ്റ്റിവിറ്റി ലോ ആണ്. ദെൻ ഇൻസുലേറ്റേഴ്സിന് നോക്കിയേ, ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ടിവിറ്റി ലോ ആണ്, റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും പറഞ്ഞതിന് ശേഷം നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യം പറയാം. ഈസിലി ഫ്ലോ കറണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടർ. കണ്ടക്ടേഴ്സിൽ ഈസിലി ഫ്ലോ കറണ്ട് ഇൻസൈഡ് ദ കണ്ടക്ടറാണ്. ഓക്കെ, ഈസിലി ഫ്ലോ ചെയ്യും കണ്ടക്ടേഴ്സിൽ. പക്ഷേ ഇൻസുലേറ്റേഴ്സിൽ എന്താ, ഡിഫിക്കൽട്ട് ടു ഫ്ലോ കറണ്ടാണ്, ഓക്കെ, ഇനി നോക്കിയേ, സെമി കണ്ടക്ടേഴ്സിന് മോഡറേറ്റ് കണ്ടക്ടിവിറ്റിയും മോഡറേറ്റ് റെസിസ്റ്റിവിറ്റിയുമാണ്. മോഡറേറ്റ് കണ്ടക്ടിവിറ്റി, മോഡറേറ്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയും എന്ത് തന്നെയായിരിക്കും, ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, സോ മോഡറേറ്റ് സിഗ്മ, മോഡറേറ്റ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇനി നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടേഴ്സിൽ, ഇത് കണ്ടക്ടേഴ്സാണ്, കണ്ടക്ടേഴ്സിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് വാലൻസ് ബാൻഡിൻ്റെ പോർഷനാണ്, ഇത് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ടോപ്പ് പോർഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നുണ്ടാവുക കണ്ടക്ടേഴ്സിൽ. നമുക്ക് സെമി കണ്ടക്ടേഴ്സിൽ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ്. ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ട്. ഏതിൽ, നമ്മുടെ സെമി കണ്ടക്ടേഴ്സിൽ. അപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡ്, എല്ലാത്തിൻ്റെയും വാലൻസ് ബാൻഡ് ഫിൽഡാണ്. ദെൻ കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്. ഓക്കെ, വാലൻസ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സിൽ വാലൻസ് ബാൻഡ് ഫിൽഡാണ്, കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്. ഇനി നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസൊക്കെ ഫ്രീ ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഇൻസുലേറ്റേഴ്സിൻ്റെ കാര്യം എടുക്കുക. ഇൻസുലേറ്റേഴ്സിനും ഇതുപോലെ വാലൻസ് ബാൻഡ് ഫിൽഡാണ്, കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്. എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 16 ഇലക്ട്രോൺ വോൾട്ടാണ്. ഫോർബിഡൻ ഗ്യാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ 6 ഇലക്ട്രോൺ വോൾട്ടാണ്. സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ്, ദെൻ കണ്ടക്ടേഴ്സിൽ രണ്ട് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻറ്റ്, നമ്മൾ ബൈ അപ്ലൈയിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസിലി കറണ്ട് ക്യാൻ ഫ്ലോ. നോക്കിയാൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്, അതുകൊണ്ട് കറണ്ട് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ പറ്റും. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ മതി കണ്ടക്ടേഴ്സിൽ. എക്സാമ്പിളാണ് കോപ്പറും അലുമിനിയം. ഇനി നോക്കിയേ, നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ബൈ അപ്ലൈയിങ് ലെസ് ദാൻ 2 ഇലക്ട്രോൺ വോൾട്ടാണ് ആ ഗ്യാപ്പ്. ബൈ അപ്ലൈയിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇലക്ട്രോൺസ് ജംപ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. ദാറ്റ് ഇലക്ട്രോൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അങ്ങനെയുള്ള ഇലക്ട്രോൺസിന് ഫ്ലോ കറണ്ടിൻ്റെ ഫ്ലോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് പോകുന്നത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക്. എപ്പോഴാണ് നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഇതിന് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ നോ ഫ്ലോ ഓഫ് കറണ്ട് ഈവൻ ഇഫ് യു അപ്ലൈ സം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടെർമിനൽസ് ഓഫ് എ മെറ്റീരിയൽ. ഇപ്പോൾ പ്ലാസ്റ്റിക്, റബ്ബർ, ഇതിലേക്കൊക്കെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താലും അവിടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. നോ കറണ്ട് ഫ്ലോ. ഓക്കെ,
ഇനി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോപ്പറും അലുമിനിയം. ദെൻ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ് പ്ലാസ്റ്റിക്കും റബ്ബറും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ടോപ്പിക്കോട് കൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്ക് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സാണ്. ഓക്കെ, താങ്ക് യു.